അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സുന്ന ടോക്സിൻ്റെ പുതിയൊരു ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളുള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ അവസരത്തിൽ സാധാരണ നമ്മുടെ കേരളത്തിൽ മീലാദ് ആഘോഷവുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടക്കാറുണ്ട്. കല്ലും നെല്ലും വേർതിരിച്ചറിയുന്നതിന് വേണ്ടി ഖുർആനിനെയും സുന്നത്തിനെയും നന്നായി പഠിച്ച് മനസ്സിലാക്കിയ അയിമ്മത്ത് എങ്ങനെയാണ് നബിദിനാഘോഷത്തെ കണ്ടതെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചർച്ച നടത്തുന്നത്. സത്യമായി പറയാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ നിസാമി ഉസ്താദ് അവർകളാണ്. നബിദിനാഘോഷം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് അള്ളാഹു അനുഗ്രഹമായി തന്നതിന് നന്ദി പ്രകടിപ്പിക്കലാണ്, അതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കലാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അയിമ്മത്ത്, ദീന് പഠിച്ച അഹ്ലുസുന്നയുടെ ഇമാമുകൾ, നമുക്ക് ദീന് കൈമാറിത്തന്ന അഹ്ലുസുന്നയുടെ ഇമാമുകൾ, അവരുടെ നിലപാടിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നബിദിനാഘോഷത്തിൻ്റെ പേരിൽ ഒരിക്കലും നമ്മുടെ കവലകൾ മലിനമായിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് നബിദിനം ആഘോഷിക്കണം എന്നൊരു വിഭാഗം പറയുകയും മറു വിഭാഗം അങ്ങനെ ആഘോഷിക്കാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ഒരു തർക്ക വിതർക്കങ്ങൾ 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ഇല്ല. എന്ന് പറയുമ്പോൾ ദീന് നമ്മളിലേക്ക് കൈമാറിത്തന്ന അഹ്ലുസുന്നയുടെ ഇമാമുകൾ, ഹാഫിളുകളായ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ഇമാമുകൾ എങ്ങനെയാണോ സുന്നത്തും ബിദ്അത്തും മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കി അത് കൃത്യമായി ഇവിടെയുള്ള ആളുകൾ മുഴുവൻ ഫോളോ ചെയ്തിരുന്നു. പിന്നീട് എവിടെ നിന്നോ ഐക്യസംഘത്തിൻ്റെയോ മറ്റോ പേരിൽ അനൈക്യത്തിൻ്റെ വിത്ത് പാകുകയും ആ വിത്ത് വളർന്ന് വലുതാകുന്നതിനനുസരിച്ച് അതിൻ്റെ വിഷലിപ്തമായ ശാഖകൾ നാനാഭാഗത്തേക്ക് വളർന്ന് വലുതാവുകയും ഉണ്ടായി. നബിദിനത്തെ നമ്മുടെ ഒരു കേരളീയ പരിസരത്തിലൂടെ, കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചിട്ട് വിലയിരുത്തുമ്പോൾ ഒരു ഉപമയിലൂടെ അതിനെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. ആളുകൾക്ക് കൃത്യമായിട്ട് ഒന്നുകൂടെ ഈ വിഷയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ 1900 ജനിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഒരു 124 വർഷം മുമ്പ്, 124 വർഷം മുമ്പ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സ് കൊടുത്ത് നമ്മൾ സങ്കല്പിക്കാം. ഇപ്പം 2024 അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വളർന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു 10, 24, 25 വയസ്സായപ്പോൾ കേരളത്തിലെ ചർച്ചകളൊക്കെ വന്നു. ഒരു ഐക്യസംഘം എന്നൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വേണം, അത് മതത്തിലാണെങ്കിലും ആവാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹം ഐക്യസംഘത്തിൽ ആകർഷ്ടനായി അതിലേക്ക് അങ്ങോട്ട് പോയി. പിന്നെ അങ്ങനെ അദ്ദേഹം വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഒരാളായിട്ട് അദ്ദേഹം അങ്ങനെ പോവാണ്. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഒരു 1920കളിൽ 30കളിലൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോൾ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അൽ ഇർഷാദ് മാസിക, 20കളിലാണ് ഇറങ്ങുന്നത്, അൽ ഇർഷാദ് മാസിക, അൽ മുർഷിദ്, അത് 1930കളിലാണ് ഇറങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അൽ ഇത്തിഹാദും ഉണ്ട്. അൽ ഇത്തിഹാദ് 1950കളിലാണ് ഇറങ്ങുന്നത്. ഈ മാസികകളൊക്കെ അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നബിദിനം ആഘോഷിക്കണം, അത് വല്ലാത്ത സന്തോഷം നമുക്ക് നൽകുന്നുണ്ട് റബീഉൽ അവ്വൽ വരുമ്പോൾ. ഇതൊക്കെ വായിച്ച് അദ്ദേഹം ഹർഷപുളകിതനാവുകയാണ്. അതിലെ ഏത് ഭാഷ അതാട്ടോ, ഹർഷപുളകിതനായിക്കൊണ്ട് അദ്ദേഹം റബീഉൽ അവ്വൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അല്ലാതെയും സംഘമായിട്ടും ഒറ്റക്കായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിലെ സന്തോഷം അയാളിങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് അതിലൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റും. അതുവരെ ഉണ്ടായിരുന്നത് വെച്ചാൽ ഒരു അറബിയിലുള്ള മൗലൂദ് മാത്രമാണ്. ഇപ്പൊ ഇവര് വരുമ്പോൾ അതിന്റെ ഒരു പരിഷ്കാരം കൊണ്ടുവരികയാണ്. അറബിയിൽ മാത്രം പോരാ, പകരം മലയാളത്തിൽ കൂടി വേണം എന്ന് പറഞ്ഞാൽ അറബിയിൽ മാത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപദാനങ്ങൾ നമ്മൾ പാടി പറയുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാരായ കേൾവിക്കാർക്ക് കാര്യം ശരിക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അറബിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പാടലോടുകൂടെ പറയലോടുകൂടെ അതിന്റെ വിശദീകരണം കൂടെ മലയാളത്തിൽ ആ സദസ്സിൽ വെച്ച് തന്നെ വിശദീകരിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിന്റെ ഊക്ക് കിട്ടാൻ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കട്ടോ. ഇപ്പം മൂപ്പര്
1920-കളിലാണ്. 20-കളിൽ. പിന്നെ 30-കളിലേക്ക് എത്തി, അപ്പോഴും പരിപാടി ജോറാണ്. പിന്നെ 40-കളിലെത്തി, അപ്പോഴും അദ്ദേഹം നബിദിനത്തിന് ഒട്ടും ബേക്കോട്ടല്ല. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് നയിക്കുന്നത് KJU, കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള സംഘടനയാണ് നയിക്കുന്നത്. പണ്ഡിത സംഘടനയിലാണ്. അവരുടെ നേതൃത്വത്തിൽ ഇയാൾ ഇങ്ങനെ നബിദിനം ആഘോഷിച്ചു പോന്നു. അങ്ങനെ 50-കളിലേക്ക് കടന്നു. 50-കളിലെത്തുമ്പോൾ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. പല മാസികകളും നബിദിന വിശേഷാൽ പ്രതികൾ പുറത്തിറക്കുന്ന കാലമാണ്. അതെ, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ആവേശം കിട്ടാൻ നബിദിനത്തിൽ ഒന്നുകൂടെ ഒരു പുതിയ മാറ്റം. അതെ, നബിദിന വിശേഷാൽ പ്രതികൾ എന്ന പേരിൽ തന്നെ അവരെന്ത് ചെയ്യാണ്. അതെ, ഇപ്പം അൻസാരി മാസികയൊക്കെ ഉണ്ടായിരുന്നു, ന്യൂ അൻസാരി മാസികയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ നബിദിന വിശേഷാൽ പ്രതികൾ. ഇതിലൊക്കെ ലേഖനം എഴുതുന്നത് ആരാണ്? EK മൗലവി ഉണ്ട്, K മൗലവി ഉണ്ട്. ഇങ്ങനത്തെ അക്കാലഘട്ടത്തിലെ ഉൽപ്പതിഷ്ണു വിഭാഗം എന്നറിയപ്പെടുന്ന ആളുകളാണ് അതിലൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളെ 1900 ജനിച്ച അദ്ദേഹം ഇങ്ങനെ വളർന്ന് കുറച്ച് താടിമുടിയൊക്കെ നരക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇദ്ദേഹം എപ്പോഴും മരിച്ചിട്ടില്ല, 24-ലുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പുതിയ പുസ്തകം, മാസിക വരുന്നത്. അതിലുള്ളത് നബിദിനാഘോഷം ബിദ്അത്താണെന്നാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമൊന്നും പുറത്തേക്കൊന്നും പോകില്ല, പക്ഷെ തെറ്റാണ് എന്നൊരു നിലപാടിലേക്ക് മാറുകയാണ്. അപ്പോൾ ശരിക്കും ഇയാളുടെ തലച്ചോറിൽ എന്തൊക്കെയാണ് വന്നിട്ടുണ്ടാകുന്നത് നമുക്ക് മനസ്സിലായില്ല. ആ ഒരു കോളിളക്കം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ സുനാമി മാതിരത്തൊരു രംഗം വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അടുത്തൊരു പ്രസിദ്ധീകരണം വരുന്നത്. അതിലുള്ളത് നബിദിനാഘോഷം ഷിർക്കാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് വരുന്ന ലേഖനത്തിൽ 100 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അദ്ദേഹത്തിന്, സങ്കല്പിക്കാം. ഒരു 100 വയസ്സാകുന്ന സമയത്ത് അദ്ദേഹം വായിക്കുകയാണ് നബിദിനാഘോഷം ഷിർക്കാണെന്ന്. അപ്പോൾ ശരിക്കും അയാൾ ഒന്നിരിക്കൽ അദ്ദേഹത്തിന് 2 നിലപാട് സ്വീകരിക്കാം. ഒന്നിരിക്കൽ പ്രസ്ഥാനത്തിന് രാജിവെച്ച് പോകാം, അതല്ലെങ്കിൽ അദ്ദേഹം കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വരണം. കാരണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഏകദേശം 100 വർഷം ജീവിതത്തിൻ്റെ പ്രധാന ആയുസ് മുഴുവൻ അദ്ദേഹം മൗലിദ് ആഘോഷിച്ച വ്യക്തിയാണ്, നബിദിനം ആഘോഷിച്ച വ്യക്തിയാണ്. അത് ഷിർക്കാണ് എന്ന ഒരു പുതിയ വിവരം അദ്ദേഹത്തിന് കിട്ടുകയാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഉടനെ അള്ളാഹുലേക്ക് മടങ്ങി കലിമത്ത് തൗഹീദ് ചൊല്ലി അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളെ കൊണ്ട് കൂടെ, കാരണം അദ്ദേഹത്തിന് ആത്മാർത്ഥത അത് ചെയ്തിട്ടുണ്ട്, അവരെ കൊണ്ടൊക്കെ തൗബ ചെയ്യിപ്പിച്ച്, പിന്നെ തൗബ ചെയ്താൽ മാത്രം പോലെ ഷഹാദത്ത് കലിമയും ചെല്ലിച്ചിട്ട് ഇസ്ലാമിലേക്ക് വീണ്ടും ഒരു പുതുവിശ്വാസമായി വരികയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് നമ്മൾ ഉപമക്ക് മാത്രമാണ് എടുത്തത്. ആദ്യകാലത്ത് നബിദിനം ആഘോഷിക്കൽ പുണ്യമാണെന്ന് ആഹ്വാനം ചെയ്ത് ലേഖനം എഴുതിയ, പുസ്തകം എഴുതിയ, അത് വായിച്ച് അമല് ചെയ്ത മുഴുവൻ ആളുകളും ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ആ കാലഘട്ടത്തിൽ ഒരു കൂട്ടത്തോടു കൂടി ഒരു ഷഹാദത്ത് കലിമ ചൊല്ലി നവമുസ്ലിങ്ങളായി മാറിയിട്ടുണ്ടാകും. അതിൻ്റെ ഇടക്കാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് 2007 അൽ ഇസ്ലാഹ് മാസിക അയാളെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ മൂപ്പരിങ്ങനെ വായിക്കുകയാണ്: നബിദിനം ആഘോഷിക്കാൻ വഹാബികളുടെ പൂർവികന്മാർ അൽ ഇർഷാദിലൂടെയും അൽ മുർഷിദിലൂടെയും ആഹ്വാനം ചെയ്യുന്നു എന്ന പച്ചക്കള്ളം പറയുന്ന മുല്ലമാരെ. എന്താ പറഞ്ഞേ? അൽ ഇർഷാദിലും അൽ മുർഷിദിലും പഴയകാല മൗലവിമാർ നബിദിനം ആഘോഷിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരുന്നു എന്ന് പച്ചക്കള്ളം പറയുന്ന മുല്ലമാരെ. അപ്പൊ അങ്ങനെ ആഹ്വാനം ചെയ്തു എന്നുള്ളത് എന്താണ് ഇപ്പൊ ഇയാൾ വായിക്കുന്നത്? പച്ചക്കളവായിട്ടാണ്. ഇയാൾ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇയാൾ നേരിട്ട് അതേ കാലത്ത് വായിച്ച പുസ്തകത്തിലുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ അയാളുടെ നേതാവ് പറയുന്നത്. അതായത് ഏകദേശം അദ്ദേഹത്തിന് 60-70 വയസ്സായതിനു ശേഷം ജനിച്ച ഒരാള് 2007 ഏപ്രിൽ മാസത്തെ അൽ ഇസ്ലാഹ് മാസിക പേജ് നമ്പർ 33. എന്നിട്ട് പറയാണ്, ആ ലേഖനങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് മുഴുവനായും വായിക്കാൻ തയ്യാറുണ്ടോന്ന്. അപ്പൊ ഏതായാലും ആ ലേഖനം ഫുള്ള് വായിച്ചിട്ട് സ്റ്റേജിൽ വെച്ച് വായിക്കാൻ പറഞ്ഞ വേറെ സംഗതി ഉണ്ട്. അവര് അന്ന് ഒരു മാല മൗലൂദുകളിലുള്ള അവർക്ക് തെറ്റാണെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ അന്ന് അവർ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതിവിടെ പ്രസക്തല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അന്ന് മുജാഹിദ് മൗലവിമാര് നബിദിനം ആഘോഷിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തോ, ആ ആഹ്വാനം ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് പച്ചക്കളവാണ് എന്നാണ് ഈ മൗലവി എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് നമ്മൾ 124 വയസ്സുള്ള ആ ഒരു
വന്യവയോധികൻ, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം വായിച്ച് അദ്ദേഹം പതിറ്റാണ്ടുകളോളം അനുഭവിച്ചു വന്ന ഒരു യാഥാർത്ഥ്യത്തിനെതിരെയാണ് യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ആൾക്കാരാണ് ഈ മൗലവി എന്ത് ചെയ്യുന്നത്, പച്ചക്കളവ് എന്ന് പറഞ്ഞുകൊണ്ട് 1970-കൾക്ക് ശേഷം ജനിച്ച ഒരാൾ തിരുത്തെഴുതുന്നത്. ഇത് വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഈമാൻ ഉണ്ടെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഇമാം ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു പഠിപ്പിച്ച, ഹാഫിദുൽ അസ്കലാനി റളിയല്ലാഹു ഹദീസുകൾ നിരത്തി ഇവിടെ സ്ഥാപിച്ച, ഹദീസുകളുടെ വെളിച്ചത്തിൽ ഇവിടെ ദീനിൽ അംഗീകാരമുണ്ട്, പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ച ഒരു സന്ദേശത്തിലേക്ക് അയാൾ വരാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല തൗഫീഖ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ഇപ്പോൾ തെളിവ് മാത്രം എല്ലാ ആളുകളെയും ഹിദായത്തിലാക്കൂല. അതൊരു പ്രധാന പോയിന്റാണ്. തൗഫീഖ് വേണം. ഹിദായത്ത് അള്ളാഹുവിന്റെ വെളിച്ചാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ അവിടെ പറഞ്ഞു ഒരു 120 വയസ്സുള്ള അല്ലെങ്കിൽ 124 വയസ്സുള്ള ഒരാളുടെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുക, ഇപ്പോൾ ഒരു മൗലവിൻ്റെ വാക്യം നമ്മൾ വായിച്ചു, ഇത് പച്ചക്കളവാണെന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ അക്കാലഘട്ടത്തിലെ അൽ-ഇർഷാദിലും അൽ-മുർഷിദിലും ശേഷം വന്ന അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും നബിദിനാഘോഷത്തെ അംഗീകരിക്കുന്ന തരത്തിൽ വല്ലതും വന്നിട്ടുണ്ടോ? അതിന് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഇപ്പോൾ ഇനി നോക്കേണ്ടത്, അതാണ് പരിശോധിക്കേണ്ടത്. അതെ, അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാധനമാണ് EK മൗലവി അൽ-ഇർഷാദ് മാസികയിൽ എഴുതിയ താരീഖുൽ മൗലുദി വഹുക്മുഹു എന്ന ലേഖനം. അത് അൽ-ഇർഷാദ് മാസികയുടെ 1-ാം പുസ്തകം 5-ാം ലക്കത്തിലാണ് ആ ലേഖനം വരുന്നത്. ഇത് നമ്മൾ കുറേ കാലം ചർച്ച ചെയ്തൊരു സംഗതിയാണ്. കേരളക്കരയിലാകെ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ലേഖനം കൂടിയാണത്. കാരണം പിൽക്കാലത്ത് നബിദിനാഘോഷം ബിദഅത്താണെന്നോ ഷിർക്കാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പൂർവികരും ഈ നബിദിനം ആഘോഷിച്ചവരല്ലേ എന്ന ചോദ്യം അവിടെ പ്രസക്തമായിട്ട് വരുന്നുണ്ട്. ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുജാഹിദിൻ്റെ മൗലവിമാർ പറയുന്നത് അത് നബിദിനത്തെ അംഗീകരിച്ചതല്ല, നബിദിനത്തെ നിരാകരിച്ചതാണ്. എന്ന് പറഞ്ഞാൽ നബിദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവരെ കെ മൗലവിയോ അല്ലെങ്കിൽ EK മൗലവിയോ ഒന്നും ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതെ, യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നതാണ് വസ്തുത. ഈ 1-ാം പുസ്തകം 5-ാം ലക്കത്തിൽ വന്ന ഈ ലേഖനത്തിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നത് പോലെ മൗലുദുകളിലോ മാലകളിലോ ഉള്ള ചില പിന്നെ തെറ്റുകൾ എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന, ഇവർ പറയുന്ന കാര്യങ്ങളെ വിമർശിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അൽ-ഇർഷാദ് മാസികയിലേക്ക് ഒരു കത്ത് വരുന്നുണ്ട്. കത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാം, എന്നൊരു പ്രസിദ്ധീകരണത്തിലേക്ക് കത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ കത്ത് ഒരു പക്ഷേ കൊടുത്തു എന്ന് വരും. കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ലേഖകന്റെ പ്രതികരണം പിന്നെ അടുത്ത ലക്കത്തിലാണ് വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ കൊടുത്തില്ലാന്നും വരും. പക്ഷെ ഇവർ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർക്ക് ഈ കത്ത് കിട്ടിയപ്പോൾ ഇവർ നേരെ കത്ത് ലേഖനം എഴുതിയ EK മൗലവിക്ക് അയച്ചു കൊടുക്കുകയാണ്. അൽ-ഇർഷാദിൽ ലേഖനം എഴുതിയ EK മൗലവി, താരീഖുൽ മൗലുദി ലേഖനം എഴുതിയ EK മൗലവിക്കാണ് ഈ കത്ത് ഇവർ നേരെ അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ കത്തും EK മൗലവിയുടെ പ്രതികരണവും ചേർത്താണ് ഈ അൽ-ഇർഷാദ് മാസികയിൽ പ്രസിദ്ധീകരിച്ചത്. 8-ാം ലക്കത്തില്. അതെ, 1-ാം പുസ്തകം 8-ാം ലക്കത്തില്. അത് വായിക്കേണ്ട ഒരു സംഗതിയാണ്. അതൊന്ന് വായിച്ചാല് അത് വായിക്കേണ്ട സംഗതിയാണ്. അപ്പൊ അറിയും അന്നത്തെ EK മൗലവി നബിദിനാഘോഷത്തെ അംഗീകരിക്കുകയാണോ ചെയ്തത്, അല്ല ഇവർ പറയുന്നത് പോലെ നിരാകരിക്കുകയാണോ ചെയ്തത് എന്നത്. നമുക്ക് അതിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം, നമുക്ക് സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യാം, ആൾക്കാർക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി. അതിൽ തുടങ്ങുന്നതിന് എങ്ങനെയാണ്? 5-ാം ലക്കം അൽ-ഇർഷാദിൽ മൗലിദുൻ നബിയെ കുറിച്ച് ഞാൻ എഴുതിയിരുന്ന ലേഖനത്തിന് എതിരെന്ന നിലയിൽ KN മമ്മീഞ്ഞ് മൗലവി അവർകൾ എഴുതി അയച്ച ലേഖനം മറുപടിയോട് കൂടി പ്രസിദ്ധം ചെയ്യണമെന്ന് ഉദ്ദേശത്തോടു കൂടി പത്രാധിപർ എനിക്ക് അയച്ചു തരികയുണ്ടായി. ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഇതിൽ ഈ കത്തിന്റെ ഒരു ഭാഗം വായിച്ചോണ്ടാ പറഞ്ഞിട്ടുണ്ടോ? വീണ്ടും മൗലവി സാഹിബ് ഇങ്ങനെ പറയുന്നു: അപ്പോൾ കഴിക്കുന്നവർക്ക് കൂലി കിട്ടാത്തതാണെന്ന് വരുന്നു. EK മൗലവിന്റെ താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന ലേഖനത്തെ കുറിച്ച് വിമർശിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ വാക്കാണിത്. ഇതിനെ ഗണ്ണിക്കാണ് ഞാൻ EK മൗലവി കഴിക്കുന്നവർക്ക് കൂലി കിട്ടുകയില്ലെന്ന് വരുത്തി കൂട്ടിയതാണ്. അത് ഇയാളങ്ങനെ വരുത്തി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. ഞാൻ കൂലി കിട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എന്തിനു കൂലി? നബിദിനാഘോഷത്തിന് കൂലി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൊണ്ട് പറയട്ടോ, എവിടേക്കത് പറഞ്ഞത്? 5-ാം ലക്കം 144-ാം ഭാഗം അവസാനത്തെ വരി. ഈ 144-ാം
ഭാഗം എന്ന് പറയുന്നത് 144 പേജാണ്. അത് അന്നത്തെ അൽ-ഇർഷാദിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അതിങ്ങനെ ഒരു ലക്കം കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അടുത്ത ലക്കത്തിനും പേജ് നമ്പർ കൊടുക്കുക. ഫസ്റ്റ് ലക്കത്തിൽ ഒരു 40 പേജാണെങ്കിൽ രണ്ടാം ലക്കം വരുമ്പോൾ 41 മുതലാ തുടങ്ങി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ 5-ാം ലക്കത്തില് അതായത് അതിന്റെ ഇടയ്ക്ക് നമ്മളെ അൽ-ഇസ്ലാഹിന്റെ ആൾക്ക് ഇനി പഴയ കാലത്ത് പുസ്തകം വായിച്ചാൽ കൺഫ്യൂഷൻ തീരുന്ന മൂപ്പര് പറയണല്ലോ. മൂപ്പർക്ക് കറക്റ്റ് പേജ് നമ്പർ അടക്കം നോക്കാൻ സൗകര്യത്തിനാണ് ആര് പറയുന്നത്? ഇ.കെ. മൗലവി പറഞ്ഞത്. 5-ാം ലക്കം 144 ഭാഗം അവസാനത്തെ വരിയും 146 ഭാഗം 11, 12 വരികളും 149 ഭാഗം 15 വരിയും 151 ഭാഗം 16 വരിയും 153 ഭാഗം 10 വരിയും ഒന്നുകൂടി വായിച്ചു നോക്കുന്നതായാൽ വരുത്തിക്കൂട്ടുന്ന ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാം. അതെ, ഒന്നുകൂടെ പറഞ്ഞു. വ്യക്തമായി പറഞ്ഞതിനെ മൂടി വെച്ചുകൊണ്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിക്കുവാൻ ഇടയാകും വിധം പ്രവർത്തിക്കുന്നതിനെ ഇനിയെങ്കിലും ഉപേക്ഷിച്ചാൽ കൊള്ളാം. അതെ. അപ്പൊ ഇത്രയും സ്ഥലത്ത് നബിദിനം ആഘോഷിക്കുന്നതിന് അല്ലെ കൂലി കിട്ടും എന്നാണ് ആര് എഴുതി വെച്ചത്? അറബിയിൽ സവാബ് എന്ന് പറയും, മലയാളത്തിൽ മറ്റൊരു ഭാഷ പ്രതിഫലം എന്ന് പറയും, കിട്ടുന്നതാണ്. ഇനി കഴിഞ്ഞിട്ടില്ല, വീണ്ടും ഇതിന്റെ ലാസ്റ്റ് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്. മാന്യ മൗലവി സ്വാഹിബെ, അങ്ങൊന്ന് ഇങ്ങനെ എഴുതി കാണുന്നു. ഇ.കെ. മൗലവി മറ്റാളെ ഇതിനെ എഴുത്തിനെ കുറിച്ച് പറയുന്നത് ലുഗവിയായ ബിദ്അത്ത് കൊണ്ട് പാടില്ലെന്ന് പറയുന്നതാണെങ്കിൽ ഇബ്നു നബാത്ത അവர்களுടെ ഖുതുബയും ഇതുപോലുള്ള മറ്റു അനേകം കാര്യങ്ങളും പാടില്ലെന്ന് വരേണ്ടതാണ്. അതിന് ഞാൻ മറുപടി കൊടുക്കുകയാണ് ഇ.കെ. മൗലവി. എന്നാൽ ദയവായി ഒന്നുകൂടി എൻ്റെ ലേഖനം വായിച്ചു നോക്കുക. അപ്പോഴെങ്കിലും അങ്ങേക്ക് പറ്റിയ അബദ്ധം ഇന്നതാണെന്ന് മനസ്സിലാവാനിടയുണ്ട്. പ്രിയ വായനക്കാരെ, ഇ.കെ. മൗലവി വായനക്കാരോടാണ് ഇനി പറഞ്ഞത്. ശർഈയായ ബിദ്അത്താണെന്ന് വരുന്ന പക്ഷം മൗലിദ് കഴിക്കൽ ഹസനത്താണെന്ന് പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പല ന്യായങ്ങളും പറഞ്ഞ് ഇത് ലോകവിയായ ബിദ്അത്താണെന്നും തന്മൂലം ഹസനത്താണെന്നും സ്ഥാപിക്കാനായി ഞാൻ ചെയ്ത ശ്രമത്തെ പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ പോയതിൽ പരം അത്ഭുതം മറ്റെന്താണ്? അഥവാ ശർഈയായ ബിദ്അത്ത എന്ന് പറയുന്ന പരലോകത്ത് കുറ്റം കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന പിഴച്ച ബിദ്അത്ത് ആണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്ന്. ഇത് ലോവിയായ പ്രതിഫലം കിട്ടുന്ന ബിദ്അത്ത് ഹസനത്താണെന്നും പറഞ്ഞിട്ടുള്ളത്. ഹസനത്താണെന്നും സ്ഥാപിക്കാനായിട്ട് ഞാൻ ചെയ്ത ശ്രമത്തെ പോലും അദ്ദേഹം ശ്രമിച്ചത് എന്തിനാണ്? ഇത് ഹസനത്താണ്, ശർഈയായ അഥവാ പിഴച്ച ബിദ്അത്തല്ല, ലോവിയായ ബിദ്അത്താണ്, ഹസനത്താണ് എന്ന് സമർത്ഥിക്കാനാണ് ഇ.കെ. മൗലവി ഏത് ലേഖനം എഴുതിയത്? താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന ലേഖനം എഴുതിയതെന്നും അതിനുവേണ്ടി ശ്രമിച്ച ആളാണ് എന്നും ഇ.കെ. മൗലവി അൽ-ഇർഷാദിന്റെ 1-ാം പുസ്തകം 8-ാം ലക്കത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് അൽ-ഇസ്ലാഹിലെ ലേഖനത്തിന് ഗണന വന്നോണം അന്ന് എഴുതി വെച്ചതാണ്. അതെ. അപ്പോൾ ഇ.കെ. മൗലവിയുടെ താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന അദ്ദേഹത്തിന്റെ ലേഖനം അത് വായിച്ചിട്ട് ആരോ ഒരാള് അദ്ദേഹം നബിദിനത്തിന് ഒന്നടങ്കം കാടടക്കി വെടിവെച്ച് നബിദിനം തന്നെ വേണ്ട എന്ന രൂപത്തിൽ അതിനാരോ തെറ്റിദ്ധരിച്ചു മനസ്സിലാക്കിയപ്പോൾ അതിനെ തിരുത്താൻ വേണ്ടി എൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് ഇ.കെ. മൗലവി തന്നെ പിന്നീട് അത് വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് എഴുതിയത് എന്ന് അതിന്റെ ഉദ്ദേശം അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഇവിടെ 2007 വന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞാല് അദ്ദേഹം തന്നെ പറയാണ് എൻ്റെ ഉദ്ദേശം എന്നതാണെന്ന്. ഓക്കെ, അപ്പോ വളരെ കൃത്യമായിക്കൊണ്ട് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ആ വിഷയത്തിൽ എന്തില്ല, ഒരു സന്ദേഹിക്കേണ്ട കാര്യമേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ പറയുമ്പോൾ നിങ്ങൾ നേരത്തെ ഈ ഒരു ലേഖനം വായിച്ചു. ഈ ഒരു ലേഖനം മാത്രമൊന്നല്ല, ഈ അൽ-ഇർഷാദിലും അൽ-മുർഷിദിലൊക്കെ വന്ന ഭാഗങ്ങളെ ഗണ്ണിക്കുന്നതിന് വേണ്ടി പല ന്യായങ്ങളും പല മൗലവിമാരും എടുക്കാറുണ്ട്. അവരുടെ നേതാക്കൾ ആദ്യകാലത്ത് അതിനൊക്കെ അംഗീകരിച്ചു. അപ്പൊ അവര് പറഞ്ഞ തെറ്റാണ്, പിഴവാണെന്ന് പറയാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. അതേ സമയത്ത് ഹാഫിദ് സുയൂത്തി ഓര് പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ എളുപ്പമുണ്ട്. കാരണം ഓരോ സംഘടനയിലില്ല. അതേപോലെ തന്നെ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഹാഫിദ് സഖാവി റളിയല്ലാഹു അൻഹു, സാലിഹ് ഷാമി റഹിമഹുല്ലാ,
അബൂ ഷാമർ റളിയല്ലാഹു അടക്കമുള്ള മഹത്തുക്കള് അവര് പറഞ്ഞത് ഒറ്റയടിക്ക് നൈസായിട്ട് സൈഡാക്കാൻ പറ്റും. കാരണം അവരൊന്നും വേറെ സംഘടനയിലില്ല. പക്ഷെ സ്വന്തം നേതാക്കളെ സൈഡാക്കാൻ അതെ സൈഡാക്കാൻ പറ്റാത്തത് കൊണ്ട് അവര് പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, അത് മുസ്ലിയാക്കന്മാര് അടോ പച്ചക്കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ആ പഴയകാല പുസ്തകങ്ങൾ വെച്ചിട്ട് വായിക്കുന്ന സമയത്ത് മുസ്ലിയാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് ഈ മൗലവിമാരെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നാൽ ഇമാമിയങ്ങളെ തള്ളിയ സുഖം ഇവിടെ കിട്ടണില്ല. ഓക്കെ, നമുക്കൊരു മൗലവിന്റെ ഒരു ചെറിയൊരു പ്രസംഗത്തിന്റെ ഭാഗം ഒന്ന് കേൾക്കാം. കേരള മുസ്ലിം ഐക്യസംഘം, ആ ഐക്യസംഘം പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു മാസികയാണ് അൽ ഇർഷാദ് മാസിക. ഈ കേരള മുസ്ലിം ഐക്യസംഘത്തിൽ സലഫി പണ്ഡിതന്മാർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. സമസ്തക്കാർ ആദരിക്കുന്ന അവരുടെ നേതാക്കളും കേരള മുസ്ലിം ഐക്യസംഘത്തിലുണ്ടായിരുന്നു. പിന്നീടുണ്ടായ കേരള ജംഇയ്യത്തുൽ ഉലമയിലും ഉണ്ടായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇവരുടെ ഈ ചൂഷണ മനോഭാവം മാറ്റിവെക്കാതെ ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് ഈ പുരോഹിതന്മാർ മനസ്സിലാക്കിയപ്പോൾ 1926 സമസ്ത ഒരു റിബൽ ജംഇയ്യത്തുണ്ടാക്കി പുറത്തുപോയി. ഈ 1926 വരെ യാഥാസ്ഥിക പണ്ഡിതന്മാരെല്ലാവരും എവിടെ ഉണ്ടായിരുന്നു? ഐക്യസംഘത്തിലുണ്ടായിരുന്നു. ആ ഐക്യസംഘമാണ് അൽ ഇർഷാദ് മാസിക പ്രസിദ്ധീകരിക്കുന്നത്. അത്തരം ഒരു മുക്കൂട്ട് മുന്നണി പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയിൽ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും അനുസരിച്ച് എഴുതുവാനും അതല്ലെങ്കിൽ പ്രവർത്തിക്കുവാനും സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് ഒരു യാഥാർത്ഥ്യം. എത്രമാത്രം വലിയ വിഡ്ഢിത്താണ് ഇയാൾ ഈ പറയുന്നതെന്ന് ആലോചിക്കണ്ടേ. അറ്റ്ലീസ്റ്റ് ഇ കെ മൗലവി പിന്നെ അന്ന് നമ്മുടെ സുന്നി പണ്ഡിതന്മാരുടെ ആദർശത്തിലല്ല എങ്കിൽ അദ്ദേഹത്തിന് ലേഖനം എഴുതാതിരുന്നാൽ പോരെ? ഇത്ര റിസ്ക് എടുത്ത് ലേഖനം എഴുതാൻ അദ്ദേഹത്തെ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ. ഒരു എന്താണ് പറയേണ്ടത് എന്നറിയാതെ പച്ച നുണ പറയുക, എന്നിട്ട് അവരെ വെളുപ്പിച്ചെടുക്കുക. ഇതാണ് ഈ റഫീഖ് സലഫി എന്ന മൗലവി ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പൊ 26 കൂടി ഏതായാലും പോലെ സ്വതന്ത്രമായിട്ടുണ്ട്. അപ്പൊ 26 ശേഷം പിന്നീട് അവരുടെ നേതാക്കൾ എഴുതിയ പുസ്തകത്തിൽ ഏതായാലും സുന്നിയാളെ പേടിച്ചിട്ട് എഴുതിയുണ്ടാവില്ലല്ലോ. യഥാർത്ഥത്തിലുള്ള ധൈര്യമായിട്ട് എഴുതാൻ പറ്റും. 26 ശേഷം അവർ നബിദിനാഘോഷത്തെ കുറിച്ച് എഴുതിയ അതിനുശേഷം വന്ന സാധനമാണ് പിന്നെ അൽ മുർഷിദ്. അത് 1930കളിലാണ് ഇറങ്ങുന്നത്. ആ അൽ മുർഷിദിന്റെ എല്ലാ വർഷത്തെ റബീഉൽ അവ്വൽ എടുത്തു നോക്കിയാലും നബിദിനവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ റബീഉൽ അവ്വൽ എന്ന പേരിലാണ് ലേഖനം. അത് ഇ കെ മൗലവി എഴുത്താണ്. മുസ്ലിം ലോകത്തെ ആകമാനം ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന കളിപ്പിക്കുന്ന റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. അപ്പോൾ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇ കെ മൗലവി 1355 അൽ മുർഷിദ് മാസികയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത് നേരത്തെ താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന ലേഖനം എഴുതി അതേ മൗലവി തന്നെയാണ് വീണ്ടും നബിദിനാഘോഷത്തെ അംഗീകരിച്ചുകൊണ്ട് അൽ മുർഷിദിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത് 1356 അതായത് 1937 അൽ മൗലുദ്ദീൻ നബവി എന്ന പേരിൽ വീണ്ടും റബീഉൽ അവ്വൽ മാസത്തിൽ ഇ കെ മൗലവിയുടെ ലേഖനം. റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു, അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ എന്ന് പറയുമ്പോൾ അവരൊക്കെ ഒന്നാമത് ലേഖകൻ തന്നെയാണ്. അതെ, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു, നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു, ഓരോ മുസ്ലിമിന്റെയും മുഖ കമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു, ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷിക്കണം. വളരെ വലിയ സാഹിത്യ വാക്കുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. ഇത് 1937 ഇനി വീണ്ടും 1357 റബീഉൽ അവ്വൽ മാസം, അതായത് 1938 ഒരു ലേഖനം തഅബിയത്തുൽ മുസ്ലിമീന ലിസ്തിഖ്ബാലി റബീഉൽ അവ്വൽ. അറബിയിലാണ് ടൈറ്റിൽ. എന്നിട്ട് ഞാരിൽ അറബി തിരിയാത്തവരുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതായിരിക്കും, മലയാളത്തിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യുന്നതിന് സന്നദ്ധരാവുക, ഒരു ലേഖനം. ഇതിലും പറയുന്നത് തന്നെയാണ്, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതെ ഇപ്പം പറയാറുള്ളത് റമളാനിന് വേണ്ടി നമ്മൾ ആവണം, അതിന് ഇഷ്ടംപോലെ തെളിവുകൾ ഉണ്ട് എന്നാണ് പറയാറുള്ളത്. റബീഉൽ അവ്വലിന് വേണ്ടി സജ്ജമാവാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ അല്ലെങ്കിൽ മുൻ സച്ചരിതരായ സ്വാലിഹീങ്ങളുടെ
ഉദ്ധരണികളിലൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ നേതാക്കളാണ് റബീഉൽ അവ്വലിന് വേണ്ടി സജ്ജമാവാൻ വേണ്ടി അതെ സന്നദ്ധരാവുക എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവര് ഈ മൗലുദുകളിലോ അല്ലെങ്കിൽ മാലകളിലോ ഒക്കെ ഉള്ള അവർക്ക് തെറ്റാണ് എന്ന് അവർക്ക് അഭിപ്രായമുള്ള കുറെ കാര്യങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അത് എന്തല്ല, നേരത്തെ താരിഖുൽ മൗലിദി ഹുക്മുഹു എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ കാടടച്ച് വെടിവെക്കുന്ന ഒരു സമ്പ്രദായമല്ല. തെറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല മൗലൂദ് ഓതണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഓതുന്നതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അക്കാലത്ത് ബർസഞ്ചി മൗലൂദായിരുന്നു ഓതിയിരുന്നത് എന്ന് വരെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ചത് അൽ മുർഷിദാണ്. ഇതിപ്പോ നമ്മൾ റഫീഖ് സലഫിക്ക് മറുപടി ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ അൽ മുർഷിദ് വായിച്ചത്. അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇത് പിന്നെ രണ്ടുകൂട്ടരും കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്താണ് ഇങ്ങനെ നബിദിനാഘോഷത്തെ സപ്പോർട്ട് ചെയ്തത്, അതുവരെ പേടിച്ചുകൊണ്ടൊക്കെയാണ് എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്തായാലും പച്ച പൊള്ളാണ്, കല്ല് വെച്ച നുണയാണ് എന്നുള്ളത് നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്താൽ മതി, ലേഖനം എഴുതാതിരുന്നാലെങ്കിലും മതി ഇവർക്ക്. ഒരാളെ കൊല്ലിക്ക് പിടിച്ചാണ് നിർബന്ധം അടിച്ച ആ വിഷയത്തിൽ ലേഖനം എഴുതണമെന്ന് പറഞ്ഞാൽ ലേഖനം എഴുതിപ്പിക്കൊന്നുമില്ല എല്ലാവരും. എന്നാലും നുണ പറയുക, എന്നിട്ട് സ്വന്തം നേതാക്കളെ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് റഫീഖ് സലഫി ഇവിടെ ചെയ്തത്. ഇനി ഇതിനേക്കാളും രസകരമാണ് മറ്റൊരു മുജാഹിദ് മൗലവി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. അതും കൂടി നമ്മളൊന്ന് കേൾക്കണം. നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്ഥാപക നേതാക്കളായിട്ടുള്ള EK മൗലവി, അതുപോലെ KM മൗലവി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെയും നബിദിനം ആഘോഷിച്ചവരാണ്. അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അതിൻ്റെ മഹത്വം പ്രചരിപ്പിച്ചവരുമാണ്. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ എന്ന് പറയാവുന്ന EK മൗലവിക്കും KM മൗലവി അടക്കമുള്ള പഴയകാല എല്ലാ പണ്ഡിതന്മാർക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്ന മുമ്പ് ഒരു പൂർവിക കാലമുണ്ട്. ആ പൂർവ്വകാലത്ത് അവർ നിർവഹിച്ചതും പറഞ്ഞതും പഠിപ്പിച്ചതും പ്രചോദനം നൽകിയതുമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ അതിനുശേഷം പുതിയൊരു തലത്തിലേക്ക് വന്ന ശേഷം അവരുടെ പേരിൽ ആരോപിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അബദ്ധമാണ്, അപരാധമാണ്. അപ്പോൾ ഈ മൗലവി ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നബിദിനം ആഘോഷിച്ചതൊക്കെ അവിടെ പൂർവ്വകാലത്തായിരുന്നു എന്നതാണ്. ഈ പൂർവ്വകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരൊക്കെ സുന്നികളായിരുന്ന കാലത്ത് എന്നായിരിക്കണം. അപ്പൊ എന്നാണ് പിന്നെ ഇവര് സുന്നി അല്ലാതായി മാറിയത്? ഇവരെന്നെ സാധാരണ പറയാറുണ്ട് 1920കളിൽ ഐക്യസംഘം വരുന്നത് തന്നെ പാരമ്പര്യ മുസ്ലിങ്ങളോട് എതിരിട്ട് കൊണ്ടാണ്. പാരമ്പര്യ മുസ്ലിങ്ങളുടെ പിന്നെ പ്രവർത്തനങ്ങളിലും വിശ്വാസങ്ങളിലും ഒരുപാട് അബദ്ധങ്ങൾ ഉള്ളത് കൊണ്ട് അതൊക്കെ തിരുത്തുന്നതിന് വേണ്ടിയാണ് ഐക്യസംഘം വന്നത്. അങ്ങനെയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കുന്നത്, പിന്നീട് കേരള നദുവത്തുൽ മുജാഹിദീൻ ഉണ്ടാക്കുന്നതൊക്കെ ഇവർ തന്നെ പറയാറുണ്ട്. അപ്പൊ ഈ നബിദിനാഘോഷത്തെ അംഗീകരിക്കുന്ന കാലത്ത് ഇവരൊന്നും യഥാർത്ഥ മുസ്ലിങ്ങൾ ആയിരുന്നില്ല എന്ന് പറയാതെ പറയുകയാണ് ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ എന്ന് പറയുന്ന മുജാഹിദ് പ്രഭാഷകന്. ഇനി ഇതേ വിഷയത്തിൽ അവർ ഒരുപാട് വേറെയും കുറെ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മൂസ സ്വലാഹി കാര എഴുതി വിസ്ഡം പുറത്തിറക്കിയൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ 194 പേജിൽ എഴുതി വെക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ എഴുതിയ വരികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉണർത്തലുകളും സുന്നത്ത് നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ഉദ്ബോധനവും പുത്തൻ ആചാരങ്ങൾക്ക് നേരെയുള്ള താക്കീതുകളുമാണ് കാണാനാവുക. അല്ലാതെ അവർ ഇന്ന് ആഘോഷിക്കുന്നത് പോലെയുള്ള ആഘോഷമൊന്നും ഒരു മുജാഹിദ് നേതാവും നടത്തിയിട്ടില്ല. ഉണ്ട് എന്നത് വെറും അവാസ്തവമായ ആരോപണം മാത്രമാണ്. അതായത് നുണ പറയുന്നതിന് ഇവരുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഒരു ഉളുപ്പുമില്ല എന്ന് വ്യക്തം. ഇനി പ്രഭാഷണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിലും പുസ്തകത്തിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും ഇവർക്ക് എന്തില്ല, ഒരു ഉളുപ്പില്ലാതെയാണ് ചരിത്രം തിരുത്താനുള്ള ശ്രമം ചരിത്രം തിരുത്താനുള്ള ശ്രമം. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? നുണ പറയുക, പച്ചക്ക് നുണ പറയുക എന്നുള്ളതാണ് ഇവര് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് പറയുന്നതൊന്നും അല്ല വാസ്തവം. അന്നത്തെ മുജാഹിദ് മൗലവിമാര് പുണ്യം കിട്ടും എന്ന് കരുതി തന്നെയാണ് നബിദിനം ആഘോഷിച്ചിരുന്നത് എന്ന് സക്കരിയ സ്വലാഹി പറയുന്നുണ്ട്. അതായത് ഇത്രയൊക്കെ തെളിവുകൾ നിരത്തി നമ്മൾ സംസാരിച്ചാലും അവര് പൊതുവെ അംഗീകരിക്കൂല. അവര് വീണ്ടും നമ്മളെന്തെങ്കിലും വളച്ചൊടിക്കുകയാണോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ പച്ചക്ക് തുറന്ന് അവരുടെ പുസ്തകങ്ങളും അതിൽ ലക്കവും EK മൗലവി എഴുതിയ വരിയുടെ എണ്ണം വരെ ഇവിടെ വായിച്ചു. ഇനി ഇവർ തന്നെ ഈ സംഗതി പച്ച മലയാളത്തിൽ കേരളത്തിൽ തുറന്ന് സമ്മതിക്കുന്ന ആ സംഭവം കൂടെ അതുകൂടെ നമ്മളൊന്ന് കേൾക്കേണ്ടത്. പിന്നെ സുഹൃത്തുക്കളെ, ഇനിയിപ്പോ ഇവിടെ ഒരുപക്ഷെ ആളുകൾ പറയും, നിങ്ങളെ KM മൗലവി ആഘോഷിച്ചിട്ടില്ലേ, EK മൗലവി സദസ്സിനെ പുകഴ്ത്തിയിട്ടില്ലേ, അൽ ഇർഷാദിൽ അങ്ങനെയില്ല, അൽ മുർഷിദിൽ ഇങ്ങനെയല്ലേ?
യഥാർത്ഥത്തിൽ ഒരുപാട് കാലം ഈ പറയുന്ന സമസ്തക്കാരെ പോലെ തന്നെ മൗലിദാഘോഷം നല്ലതാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. മുസ്ലിയാക്കന്മാരായിരുന്നു. പിന്നീടാണ് അവർ സലഫി ആദർശത്തിലേക്ക് വന്നത്. അപ്പൊ ആദ്യഘട്ടം എന്ന നിലക്ക് അർത്ഥമറിയാതെയുള്ള ഈ മൗലിദ് പാരായണം പ്രയോജനമല്ല എന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. അർത്ഥമറിയാത്ത ഈ മൗലിദ് ഇങ്ങനെ ചൊല്ലുന്നതിന് പകരം റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അവിടുത്തെ ജീവിത രീതിയെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. ആ സദസ്സിന് മൗലിദ് സദസ്സ് എന്ന് പേരിട്ടു. അതിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് വലിയ ഗുണങ്ങളുണ്ടെന്ന് അവർ എഴുതി. എന്ന് മാത്രല്ല, അവർ ഘട്ടം ഘട്ടമായി ഇതൊക്കെ ഒഴിവാക്കിയവരാണ്. ഇന്ന് നടക്കുന്ന മൗലിദ് സമ്പ്രദായത്തെ അന്നും അവർ എതിർത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണെങ്കിലും ശരി, അവരാരും തെറ്റുപറ്റാത്ത മഅസൂമുകളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കെ മൗലവി കൊണ്ടുവന്ന ദീനിലേക്ക് വരൂ, കെ മൗലവി പഠിപ്പിച്ച ദീനിലേക്ക് വരൂ എന്ന് ഞങ്ങൾ പറയാറില്ല. 2-3 കാര്യങ്ങളാണ് ഈ മൗലവി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവർ ആഘോഷിച്ചത്. പക്ഷെ അത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ, അത് വാസ്തവമാണ്, പക്ഷെ അത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഒരു നുണ പറഞ്ഞു. എന്താണത്? അന്ന് അവരൊക്കെ എന്തായിരുന്നു? ഇവരുടെ കൂട്ടം മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിലായിരുന്നു, സുന്നികളായിരുന്നു. പച്ചക്കളവാണത്. അവർ 1920-കളിൽ തന്നെ സുന്നികളിൽ നിന്ന് വേറിട്ട് കൊണ്ട് പുതിയ റൂട്ടിലൂടെ സഞ്ചരിച്ചവരാണ്. പുതിയ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുകയും പുതിയ സംഘടനകൾ ഉണ്ടാക്കുകയും കേരള ജംഇയ്യത്തുൽ ഉലമ വരെ ഉണ്ടാക്കി പോവുകയും ചെയ്ത ആൾക്കാരാണ്. ആ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഇനി അല്ലെങ്കിൽ പോലും എന്ത് പറയേണ്ടി വരും? ഇപ്പൊ 100-ാം വാർഷികം ആഘോഷിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ട് സുന്നികളുടേതായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പൊ 100 ആവൂല. അപ്പം പിന്നെ ഓലിപ്പോ 100 ആഘോഷിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, അന്ന് ആളുകൾക്ക് തിരിയുന്ന രൂപത്തിൽ കൂടി മൗലിദ് നടത്തണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതൊരു വാസ്തവം തന്നെയാണ്. ആളുകൾക്ക് തിരിയാത്ത മൗലിദിന് പകരം അതും വേണം, കൂട്ടത്തിൽ അതിന്റെ വിവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രൂപം കൂടെ വേണം എന്നാണ് അന്ന് അവർ വാദിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നുണ പറയുക എന്നുള്ളത് തന്നെയാണ് ഈ മൗലവിയും ഇവിടെ ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇടയ്ക്ക് ഒരു യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. നുണ പറയുന്ന കൂട്ടത്തില് യാഥാർത്ഥ്യവും പറഞ്ഞു എന്ന് മാത്രം. ഇത് 1930-കളിലും 40-കളിലൊക്കെ വന്നൊരവസ്ഥയാണ്. 50-കളിലെത്തിയാലും നബിദിനാഘോഷത്തെ അംഗീകരിച്ച ചരിത്രം തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഓരോ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളാണ് അൻസാരി മാസിക, ന്യൂ അൻസാരി മാസിക, അൽ ഫാറൂഖ് മാസിക തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ. അൽമനാർ അന്ന് തുടക്കം കുറിക്കുന്ന കാലഘട്ടമാണ്. അൽമനാറിലും തുടക്ക കാലഘട്ടത്തിൽ നബിദിനത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം വന്നിട്ടുണ്ട്. പിന്നെ അൻസാരി മാസികയും ന്യൂ അൻസാരി മാസികയൊക്കെ നബിദിന വിശേഷാൽ പ്രതികൾ തന്നെ പുറത്തിറക്കിയിരുന്നു. നബിദിനാഘോഷത്തിന്റെ മറ്റൊരു തലം നമ്മള് വിശേഷാൽ പതിപ്പ് ഇറക്കിക്കൊണ്ട് നബിദിനാഘോഷത്തിന് ഒരു പുതിയ മാനം നൽകുകയാണ് അവര്. ഒരു പുതിയ തലത്തിലേക്ക് അവരെന്നെ എത്തിക്കുകയാണ്. ആ നബിദിന വിശേഷാൽ പതിപ്പുകളിൽ ഇവരൊക്കെ തന്നെയാണ് ലേഖനം എഴുതിയിരുന്നത്. കെ മൗലവിയും കെ മൗലവിയും തുടങ്ങി അന്നത്തെ മുജാഹിദ് നേതാക്കന്മാരാരൊക്കെയാണോ അവരൊക്കെ തന്നെയാണ് അതിൽ ലേഖനം എഴുതിയിരുന്നത്. 1950-കളിൽ അൽ ഫാറൂഖ് എന്ന പേരിലൊരു മാസിക ഇവർ പുറത്തിറക്കിയിരുന്നു. 1953 നവംബർ മാസം ഇറക്കിയ അൽ ഫാറൂഖില് അൻസാരി മാസികയുടെ നബിദിന വിശേഷാൽ പ്രതിയെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തലുണ്ട്. ഞാനത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ആ അൻസാരിയുടെ നബിദിന വിശേഷാൽ പ്രതിയിൽ ആരൊക്കെയാണ് ലേഖനം എഴുതിയിരുന്നത് എന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1426 ജന്മദിനം പ്രമാണിച്ച്, അതിന്റെ തുടക്കം തന്നെ കൊടുക്കുന്നത് അങ്ങനെയാണ്. 1426 ജന്മദിനം പ്രമാണിച്ച് ജനാബ് അബ്ദുൽ മജീദ് മർക്കാർ സാഹിബ് പ്രസിദ്ധീകരിച്ച ഈ വിശേഷാൽ പ്രതി തദവസരത്തിൽ വെളിക്ക് വരാറുള്ള വിശേഷാൽ പ്രതികളിൽ വെച്ച് പലതുകൊണ്ടും ഒരു ഉന്നത സ്ഥാനത്തിന് അർഹതയുള്ള ഒന്നാണ്. അപ്പോ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന്റെ സാഹചര്യമാണ് തുടക്കത്തിൽ പറഞ്ഞത്. എന്നിട്ട് അതിൽ ആരൊക്കെയാണ് ലേഖനം എഴുതിയത് ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ജനാബ് KM മൗലവി, 2 കെ മൗലവി, മൂസ മൗലവി, VV മുഹമ്മദ് അലി മൗലവി മുതലായവരുടെ ലേഖനങ്ങളൊക്കെ അതിലുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇവരൊക്കെ അംഗീകരിച്ചു കൊണ്ടാണ് 1950-കളിലും നബിദിനാഘോഷത്തിന്റെ ഈ ഒരു പുതിയ രൂപം നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ അന്ന് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അൽ ഇത്തിഹാദ് മാസിക, ഇതിപ്പോ അന്നുണ്ടായിരുന്ന ഒരു അൽ ഇത്തിഹാദ് മാസികയാണ്. ഈ അൽ ഇത്തിഹാദ് മാസികയിൽ നമുക്ക് കാണാം, ഇവരുടെ വിശേഷാൽ പ്രതി വരുന്നുണ്ട്, ആളുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. തൊട്ടടുത്ത അൽ ഇത്തിഹാദില്
ഈ അൽ-ഇത്തിഹാദ് പിന്നെ അൽ-ഇത്തിഹാദിൽ കാണാം വിശേഷ പദവി കൈപ്പറ്റി അഭിപ്രായം വഴിയെ. അതിന് ശേഷം വരുന്ന അൽ-ഇത്തിഹാദിൽ ഈ നബിദിന വിശേഷാൽ പ്രതിയെക്കുറിച്ച് വീണ്ടും അതിന്റെ വിശേഷണങ്ങളുമായിട്ട് രംഗത്ത് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ അൽ-ഇത്തിഹാദ് മാസിക 1950-കളിൽ ഇറങ്ങിയപ്പോൾ അതിലും നബിദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ളത്. ഇതിനൊന്നും എതിർത്തുകൊണ്ട് പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം ന്യൂ അൻസാരി മാസികയുടെ ഒരു വിശേഷാൽ പ്രതി, അതിന്റെ തുടക്കം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാം. ഇത് വരുന്ന 1956 ഇത് ഇറക്കിയിരിക്കുന്നത്, 1956 ഒക്ടോബറിന്. അതിന്റെ ഫസ്റ്റ് പ്രിന്റ് തന്നെ വരുന്നത് ന്യൂ അൻസാരി നബിദിന വിശേഷാൽ പ്രതി എന്നാണ്. അന്ന് ഇവരുടെ കൂടെയാണ് CN അഹമ്മദ് മൗലവി ഉള്ളത്, പുറത്തു പോയിട്ടില്ല. CN അഹമ്മദ് മൗലവിയാണ് അന്ന് ഇതിന്റെ ചീഫ് എഡിറ്റർ. എന്നിട്ട് അതിലൊരു കവിത ഒക്കെ നമുക്ക് കാണാം, നാം നബിദിനം കൊണ്ടാടുന്നു. ഹെഡിങ് അതാണ്, നാം നബിദിനം കൊണ്ടാടുന്നു എന്ന പേരിലാണ് ഒരു കവിത അതിൽ വന്നിട്ടുള്ളത്. ആഘോഷിക്കുന്ന പഴയ മലയാളമാണ് കൊണ്ടാടുക എന്നുള്ളത്. ഇങ്ങനെ നബിദിനത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് അന്നുണ്ടായിരുന്നത്. അന്ന് അതേപോലെ തന്നെ ന്യൂ അൻസാരി മാസികയിൽ ഒരു ലേഖനം വന്നിരുന്നു 1955 നവംബർ മാസത്തിൽ. അറബിയിലാണല്ലേ ലേഖനം, ദിക്റ അസീസ വ മൗലിദുൻ അലീം. ഈ ലേഖനം അറബിയിലാണ് ലേഖനം വന്നിട്ടുള്ളത്. ഇത് വരുന്നത് 1955-ലാണ്. ഈ ലേഖനത്തിന്റെ ഏറ്റവും അവസാനം കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോയിട്ട് ഏറ്റവും അവസാനം പറയാണ്, وإذا ما احتفل المسلمون في العالم بعيد المولد النبوي الشريف فإنهم بذلك يتيحون الفرصة التطلع إلى صفحة ناصعة سجلت أحداثا. നമുക്ക് ലേഖനം ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണിക്കാം. അതിൽ പറയുന്ന പ്രയോഗം ഈദിൽ മൗലിദിൻ നബവി. അതെ, ബി ഈദിൽ മൗലിദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആഘോഷം ഈദ് എന്ന പേര് നൽകിക്കൊണ്ടാണ് അവരെ അംഗീകരിച്ചുകൊണ്ട് ഈദ് മൗലിദിൻ നബി എന്നുള്ള പ്രയോഗമാണ് അന്നേ അവര് നടത്തുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നത്. അവർ ചോദിക്കാൻ 2 പെരുന്നാളല്ലാത്ത മൂന്നാമത്തെ ഒരു ആഘോഷം ഉണ്ടോന്ന്. അതിന്റെ ആഘോഷം എന്നുള്ളതിന്റെ അറബി പെരുന്നാളിന്റെ പദമായ ഈദ് എന്ന പദം പോലും ഇവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്താക്കിയിട്ടുള്ളത്, അന്നത്തെ നബിദിനാഘോഷത്തെ അംഗീകരിക്കുകയും അതിനെ വർണ്ണിച്ചുകൊണ്ട് എഴുതുകയും ചെയ്തിട്ടുള്ളത്. ഇതാണ് മുജാഹിദുകളുടെ 1950-കൾ വരെയുള്ള അവസ്ഥ. അതെ, അപ്പോൾ 1950-കളിൽ വരെ നബിദിനാഘോഷത്തെ അനുകൂലിച്ചും ആഘോഷിച്ചും മുന്നോട്ട് പോയ ആ പ്രസ്ഥാനം പിന്നീട് എവിടെ നിന്നാണ് അവർക്ക് മാറ്റം വരുന്നത്? പിന്നെ എന്തൊക്കെ പരിണാമങ്ങൾ വന്നു? പലതിലും വന്നിട്ടുണ്ട്. അതേപോലെ നബിദിനത്തിൽ വന്നത് എങ്ങനെയാണ്? അതൊരു ഡീപ്പായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഇത് പിന്നെ ഒതായി ഇസ്ലാഹി പ്രസ്ഥാനം ഉമ്മർ കുട്ടിയാജിയുടെ ഓർമ്മകൾ നടന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ 1974 നടന്ന കുണ്ടുതോട് സംവാദ വ്യവസ്ഥ പറയുന്നുണ്ട്. ഇതിൽ 22ാമത്തെ കാര്യമായിട്ട് പറയുന്നത് മാല മൗലിദുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് തന്നെ ഈ ചർച്ചയ്ക്ക് വെക്കുന്നത് സുന്നികളാണ്. പക്ഷെ ഇതിലെവിടെയും നബിദിനാഘോഷം പാടില്ല. അത് സുന്നി അസുന്നി തർക്കത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സംവാദത്തിന് വേണ്ടിയുള്ള വിഷയങ്ങൾ എഴുതിയതാണ്. അതിൽ മാലയും മൗലൂദും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. സുന്നികളാണ് കൊണ്ടുവരുന്നത്. എന്നിട്ടും നബിദിനാഘോഷം ഇതിൽ ഒരു വിഷയമായിട്ട് വന്നിട്ടില്ല. നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അക്കാലഘട്ടത്തിൽ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒട്ടുമിക്ക വിഷയങ്ങളും വന്നിട്ടുണ്ട്. തർക്കത്തിലുണ്ടായിരുന്ന അത് നെഞ്ചത്ത് കൈ കെട്ടുന്നതും സുബഹിസ്കാരത്തിൽ കുനൂത്തോതുന്നതും അടക്കമുള്ള വിഷയങ്ങള് ഈ 1974-ലും ഒരു വലിയൊരു വിഷയമായിട്ട് നബിദിനാഘോഷം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും 1950-കളിൽ നബിദിനാഘോഷത്തെ അംഗീകരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മുമ്പ് കാണുന്നുണ്ട്. ഇനി അവർ പറയേണ്ട മറുപടിയാണ്, എന്ന് മുതൽക്കാണ് നബിദിനാഘോഷം അവർക്ക് ഇത് ഹറാമായത്? അത് അവർ പറയേണ്ട മറുപടിയാണ്. അതെ, അവരാണത് വ്യക്തമാക്കേണ്ടത്. എന്ന് മുതൽക്കാണ് അവർ നബിദിനാഘോഷം ഹറാമാണ് എന്ന് പഠിപ്പിച്ചു തുടങ്ങിയത്? നരകത്തിലേക്ക് പോകുന്ന ബിദ്അത്താണെന്ന് എന്ന് മുതലാണ് അവർ വാദിച്ചു തുടങ്ങിയത്? ഇനി അവരെന്നെ പറയേണ്ട സംഗതിയാണ്. അതെ, അവരുടെ പുതിയ തലമുറ വിഷയങ്ങൾ എന്ത് ചെയ്യട്ടെ, പഠിക്കട്ടെ. ഇത് കേൾക്കുന്ന നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളും ആലോചിക്കട്ടെ, ഇത്രമാത്രം വൈരുദ്ധ്യങ്ങളാണോ ഈ വിഷയത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് എന്നത്. അപ്പം നമ്മൾ തുടക്കത്തിൽ 1900 ജനിച്ച ഒരു വ്യക്തിയിലൂടെയാണ് ഇവരുടെ ചരിത്രം നമ്മൾ അവതരിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് 124 വയസ്സായിട്ടുണ്ടാവും.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ വയസ്സിലായിരിക്കും ഈ നബിദിനം ഷിർക്കാണ് എന്നൊരു ലേഖനം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുക? ആ ഒരു പുതിയ നിലപാടിലേക്ക് അദ്ദേഹത്തിന് മാറ്റം വന്നത് അദ്ദേഹത്തിൻ്റെ ഏത് വയസ്സിലായിരിക്കും? അദ്ദേഹത്തിൻ്റെ 108ാമത്തെ വയസ്സിലായിരിക്കും അത്. അതായത് 2008 ഈ അൽ ഇസ്ലാഹ് പുറത്തിറങ്ങുന്നത്. ഫെബ്രുവരി മാർച്ച് ലക്കങ്ങളിലായിട്ട് അതൊരു സ്പെഷ്യൽ പതിപ്പായിട്ട് ഇറക്കിയതാണ്. അതെ, അതിൽ എഴുതാണ്, മേൽ പറഞ്ഞ തെളിവുകളിൽ നിന്ന് മൗലിദ് ആഘോഷിക്കൽ ഷിർക്കും ബിദ്അത്തുമാണെന്ന് നാം മനസ്സിലാക്കി. അതെ, ബിദ്അത്താന്ന് മാത്രമല്ല ഷിർക്കും കൂടിയാണ്. ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ അത് നബിദിനം ആഘോഷിച്ചാൽ അതോടുകൂടി ഇസ്ലാമിന്ന് പുറത്തു പോയി. നബിദിനം ആഘോഷിക്കൽ ഷിർക്കാണ്, അത് ഷിർക്കാണെന്ന വാദത്തിന് തെളിവുകളുമുണ്ട് എന്നാണ് 2008 അൽ ഇസ്ലാഹ് മാസികയിൽ ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ സാധാരണ പറയും ഷിർക്കാണ്, ഞങ്ങൾ എവിടെയും വാദിച്ചിട്ടില്ല എന്നുള്ളത്. അത് പക്ഷെ നുണ പറയുന്ന വിഷയത്തിൽ ഒരു ഉളുപ്പില്ലാത്ത ആൾക്കാർക്ക് പിന്നെ ആ വിഷയത്തിലായിട്ട് ഇപ്പം നുണ പറഞ്ഞതിൽ പ്രശ്നമില്ലല്ലോ. എല്ലാ വിഷയത്തിലും നുണ പറയുന്നവർക്ക് ഈ വിഷയത്തിലായിട്ട് പിന്നെ നുണ പറയുന്നതിന് എന്ത് മടിയാണ് ഉണ്ടാവുക? അതെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു നുണ പറയൽ മത്സരവും. അതെ, കളവറ മത്സരമൊക്കെ നടത്തി. പിന്നെ റക്സോണ സോപ്പ് സമ്മാനമായിട്ട് നൽകിയതൊക്കെ അവര് തന്നെ പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞതല്ല. അവര് തന്നെ അവരെ കുറിച്ച് പറഞ്ഞ ആളെന്നെ, സമ്മാനം നേടിയ ആളെന്നെയാണ് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ അങ്ങനെ നുണ പറയുന്നതിൽ ഒരു പുതുമൊന്നും ഉണ്ടാകുമെന്ന് തോന്നണില്ല. അപ്പൊ നമ്മളിപ്പോ ഈ അൽ ഇസ്ലാഹ് 2008 വായിക്കുകയാണ് ചെയ്തത്. ഇത് ഇവര് എഴുതുക മാത്രമല്ല ചെയ്തത്, ഇങ്ങനെ നബിദിനാഘോഷം ഷിർക്കാണ് എന്ന തരത്തിൽ ഇവർ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും ഇവരുടെ ഔദ്യോഗിക വേദികളിൽ നിന്ന് തന്നെ. ഒരു ജസ്റ്റ് ചെറിയൊരു ഭാഗം നമുക്കൊന്ന് ആ വിഷയത്തിൽ കേൾക്കാം. നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാര് നമ്മുടെ വീട്ടിലേക്ക് സംഭാവനക്ക് വന്നു. തെറയുത്സവം നടക്കുകയാണ്. ആ തെറയുത്സവത്തിന് സംഭാവനക്കാണ് വന്നത്. നമ്മളാകെ എന്ത് ചെയ്യുന്നറിയാതെ ആകെ വളരെ വെളുത്ത് കൊടുക്കാനും പറ്റില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വർഗീയവാദിയാണെന്ന് വിചാരിക്കൊന്നുമില്ല. പടച്ചോനെ വിചാരിക്കുക. ആദ്യം കയറി ഇരിക്കാൻ പറയാ, എല്ലാവർക്കും വെള്ളം കൊടുക്കുക, എന്താ വന്നെന്ന് ചോദിക്കുക. തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ജാറ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, നബിദിനം ഉണ്ടാകും, അതിന് ഞാൻ പൈസ കൊടുക്കലില്ല. അക്കാരണത്താൽ ഇതിനും തരാൻ പറ്റില്ല. കാരണം ഇത് ഏകദൈവ ആരാധനക്കെതിരാണ്. ഇനി ക്ഷേത്രത്തിലെ പൂജാരിയുടെ വീടുണ്ടാക്കാൻ നിങ്ങൾ വന്നോളൂ, ഞാൻ സഹായിക്കാം. ഇങ്ങനെ നമ്മളെപ്പറ്റി അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധ്യനില്ല, അത് പ്രഖ്യാപിക്കുമ്പോൾ പടച്ചോന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകും. ഈ നബിദിനാഘോഷത്തെയും അതുപോലെ തന്നെ ജാറത്തിൽ നടക്കുന്ന ഉറൂസിനെയും അമ്പലത്തിൽ നടക്കുന്ന തിറയുത്സവവുമായി ബന്ധപ്പെടുത്തി സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുജാഹിദ് മൗലവിയുടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വന്ധ്യ വയോധികനായ വ്യക്തി, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയോ അല്ലെ പേരക്കുട്ടിയുടെ കുട്ടിയോ ഇവരുടെ ഈ പരിപാടിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഇയാള് ഈ കുട്ടിയോട് പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കാണ്, ഇനി എന്തൊക്കെയാണ് അവിടുന്ന് കേട്ടതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നൊരു മറുപടി എന്തായിരിക്കും? ഇങ്ങനെ നബിദിനാഘോഷത്തെ തിറയുത്സവത്തോട് സാമപ്പെടുത്തിക്കൊണ്ടാണ് അവിടുന്ന് പ്രസംഗം കേട്ടതെന്ന് പറയുമ്പോൾ ഇയാളുടെ മനോഭാവം എന്തായിരിക്കും? ഒരു കാലത്ത് ഇയാളും ഇയാളുടെ നേതാക്കളും ആഘോഷിക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്ത ആഘോഷിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത, കൂലി കിട്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ് ഈ 2000 ഷിർക്കാണ് എന്ന തരത്തിൽ മാറുന്നത്. ഇനി ഇപ്പം ഇതില് ഇവരുടെ ഈ പരിണാമ ചരിത്രം നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന തുല്യതയില്ലാത്ത വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിൻ്റെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ആ വ്യക്തിപ്രഭാവം ഉൾക്കൊണ്ട് ഒരു ആത്മീയമായ ഒരു മാറ്റം വരിക എന്നതിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുള്ള എന്തോ ഒരു ഒളി അജണ്ട ഇതിൻ്റെ ബാക്കിലുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നബിസ്വലാസങ്ങൾ ഏറ്റവും അധികം സ്മരിക്കണം ആ സമയം റബീഉൽ അവ്വൽ വരുമ്പോൾ നബിദിനാഘോഷം പാടില്ല എന്ന് പറഞ്ഞു. അത് ഷിർക്കാണെന്ന് വരെ പറഞ്ഞു. ഒരാളെ അവിടെ അടുക്കാൻ പോലും സമ്മതിക്കാത്ത, ഒരു നിലക്കും പറ്റാത്ത രൂപത്തിൽ ഷിർക്കാണെന്ന് വരെ ഇടക്കാലത്ത് അവർ മുദ്ര കുത്തി. ഇനി അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നബിസ്വലാസങ്ങളുടെ നബിദിന ആഘോഷത്തിന് മാത്രമാണ് ഇവർ തടയുന്നത്. എന്നാൽ ആഘോഷമൊന്നും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഇവരുടെ നിലപാട് എന്താണ് എന്നതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചർച്ച ചെയ്താൽ ഭംഗിയാവും. കാരണം നബിസ്വലാസങ്ങളെ പുകഴ്ത്തിയാലും നബിസ്വലാസങ്ങളോട് ജനങ്ങൾക്ക് ഹുബ്ബ് കൂടുകയും ഒരു ഈമാനികമായ പരിവേഷം വരികയും ചെയ്യും. ആ ഒരു വിഷയത്തിൽ ഇവർ പൊതുവെ മഹാന്മാരെ പുകഴ്ത്തുക, സ്വാലിഹീങ്ങളെ പുകഴ്ത്തുക, ഇത്തരം സംഗതികളിൽ നിന്ന് പൊതുവെ ബാക്കോട്ടടിക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കാണാറുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ സ്വാലിഹീങ്ങളുടെ ചരിത്രം ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലും കാണാം. അതേപോലെ തന്നെ ഹദീസിൻ്റെ കിതാബുകളിൽ മനാഖിബ് സ്വഹാബത്തിൻ്റെ
പ്രത്യേകത മഹത്വങ്ങൾ പറയാൻ വേണ്ടി മാത്രം അധ്യായങ്ങൾ വരെ അധ്യായങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇമാമുകൾ രചിച്ചിട്ടുണ്ട് സ്വാലിഹ്യങ്ങളുടെ ചരിത്രം പറയാൻ വേണ്ടിയിട്ട്. കാരണം അതിലൂടെ നമ്മുടെ ഹൃദയത്തിന് നമ്മൾ നന്നാവും, അവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ നന്നാവും. അപ്പം നമുക്ക് എന്തോ അവരിൽ നിന്ന് ഒരു ആത്മീയ വെളിച്ചം നമുക്ക് കിട്ടും. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്നതിനെ സംബന്ധിച്ച് ഇവരുടെ നിലപാട് എന്താണ്? ഫസ്റ്റ് കാലങ്ങളിലൊക്കെ മദ്ഹ് പറയുന്നതിന് കൂലി കിട്ടും എന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 1996 ആഗസ്റ്റിലെ സൽസബീൽ മാസികയാണ്. ഇതിൽ ലേഖനം നബിദിനത്തെ വിമർശിച്ചുകൊണ്ടാണ്. എന്നാലും അദ്ദേഹം എഴുതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദ്ഹ് പറയുന്നതും ജന്മദിനാഘോഷവും തമ്മിൽ ബന്ധമില്ല. മദ്ഹ് അനുവദനീയമായ പുണ്യകർമ്മവും ജന്മദിനാഘോഷം വർജ്യമായ ബിദ്അത്തുമാണ് എന്ന് എഴുതി. അതായത് അന്ന് മദ്ഹ് പറയൽ പുണ്യകർമ്മമാണ്. എന്നാൽ ഈ മദ്ഹ് പറയൽ പുണ്യകർമ്മമാണെന്ന് എഴുതി വെച്ച ഇവര് പിന്നീട് മദ്ഹ് പറയൽ പുണ്യമില്ല എന്ന് ഒരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ ഒന്നല്ല, ഒരുപാട് സ്ഥലത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമുക്ക് വായിക്കാം. ജസ്റ്റ് ഒന്ന്. ഇത് അഹ്ലുസുന്ന ആദർശവും ആചാരവും എന്ന പി അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ പുസ്തകമാണ്. ഇതിന്റെ 2ാം എഡിഷനാണ് എൻ്റെ കയ്യിലുള്ളത്. 1ാം എഡിഷൻ വളരെ പണ്ട് എഴുതിയതാണ്. ഇത് 2ാമത് ഇറക്കിയിരിക്കുന്നത് പിന്നെ വിസ്ഡം വിഭാഗമാണ്. ഇതിന്റെ 84ാമത്തെ പേജിൽ പറയുന്നു, സൃഷ്ടികളുടെ മദ്ഹ് പറയൽ പുണ്യമായി എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ മദ്ഹ് ചെയ്യാൻ കൽപ്പനയുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് പറയുമ്പോൾ സത്യവിശ്വാസിന്റെ മനസ്സിൽ ആദ്യം വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവരുടെ മദ്ഹ് അടക്കം പറയാൻ വേണ്ടിയിട്ട് ഇസ്ലാമിൽ യാതൊരു പുണ്യമില്ല എന്നാണ് പറഞ്ഞത്. പുണ്യമില്ല. അള്ളാഹുവിനെ മദ്ഹ് ചെയ്യാൻ കൽപ്പനയുണ്ട്. അതാണ് അല്ലാഹു അക്ബർ പോലെയുള്ള ദിക്റുകൾ. അത് നാവ് കൊണ്ട് ഉരുവിട്ടാൽ അതിന് പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനാകുന്നു എന്നൊരാൾ നാവ് കൊണ്ട് ചൊല്ലിയാൽ അതിന് കൂലിയില്ല, അത് ദിക്റല്ല. അതിന് കൂലി ഇല്ല എന്നാണ് അദ്ദേഹം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സൽസബീലിലാണെങ്കിൽ കൂലി ഉണ്ട്, മദ്ഹ് പറയുന്നത് കൂലി ഉണ്ട് എന്നാണ് എഴുതി വെച്ചു. ഇനി ഇത് 1999 ജൂലൈയിലെ അൽ ഇസ്ലാഹ് മാസികയാണ്. ഇതിന്റെ 5ാമത്തെ പേജിൽ പറയുന്നു, അതേസമയം അള്ളാഹുവിൻ്റെ മഹാത്മ്യങ്ങൾ ഉരുവിടാനും അത് പ്രകീർത്തനം ചെയ്യാനും നമ്മോട് കൽപ്പിച്ചു. അത് പ്രകീർത്തനം ചെയ്യൽ പുണ്യകർമ്മമാണ്. സൃഷ്ടികളുടെ നന്മ പ്രകീർത്തനം ചെയ്യൽ പുണ്യമല്ല. ഇതാണ് ഇവിടെ എഴുതി വെച്ചത്. അപ്പോൾ ഇവിടെ പുണ്യമില്ല എന്ന് തന്നെ എഴുതി വെച്ചത്. എന്നാൽ ഒരു പടി കൂടി കടന്ന് ഇങ്ങനെ മദ്ഹ് പറയുന്നതിൽ കൂലി ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ പുണ്യകർമ്മമാണെന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്താണെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിലെ ഹറാമ് നരകത്തിൽ കിടക്കുന്ന സാധനം. അതിലപ്പുറത്തേക്ക് പിന്നെ അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ഇസ്ലാഹ് മാസിക മെയ് 2004. ഇതിലൊരു ലേഖനം 29ാമത്തെ പേജ്. അതിൽ പറയുന്നു, പടപ്പുകളുടെ മദ്ഹ് ചൊല്ലുന്നതിൽ പുണ്യമില്ലെന്ന് മുമ്പ് വിവരിച്ചിട്ടുള്ളതാണല്ലോ. ഈ ലേഖനത്തിൽ ഒരുപാട് സ്ഥലത്ത് അത് വന്നിട്ടുണ്ട്. നമ്മളത് നേരത്തെ വായിച്ചത് കൊണ്ട് പിന്നെ കൂടുതൽ പറയാതിരിക്കണം. ഈ ലേഖനത്തിൽ ഒരുപാട് സ്ഥലത്ത് അതിൽ പുണ്യമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് പറയാണ്. പടപ്പുകളുടെ മദ്ഹ് ചൊല്ലുന്നതിൽ പുണ്യമില്ലെന്ന് മുമ്പ് വിവരിച്ചിട്ടുള്ളതാണല്ലോ. ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് മദ്ഹ് പറയലും ബിദ്അത്താണ്, ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മദ്ഹ് പറയാൻ പാടില്ല. പറയുന്ന പക്ഷം അത് ഹറാമാണ്, നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്നാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. തുടർന്ന് വീണ്ടും പറയാണ്, ജന്മദിനമോ ജന്മമാസമോ നോക്കി പ്രവാചകന്റെ മഹത്വങ്ങൾ ചൊല്ലുക എന്നതിൽ 2 ബിദ്അത്തുകൾ കൂടി ചേർന്നു. അത് ജന്മമാസത്തിൽ ചെയ്തെന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ആ പ്രശ്നം മാത്രമല്ല, അതൊരു പ്രശ്നം. 2ാമത്തെ പ്രശ്നം മദ്ഹ് പറയുന്നതിൽ കൂലി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ റബീഉൽ അവ്വൽ അല്ലാത്ത ടൈമിൽ റമദാനിൽ എന്തെങ്കിലും സംഭവം മദ്ഹ് പറയാണ്, കൂലി കിട്ടും വിചാരിച്ചാണ് മദ്ഹ് പറഞ്ഞാൽ അപ്പോഴും ബിദ്അത്താണ്. ഇവിടെ ഇപ്പൊ 2 ബിദ്അത്തിന്റെ കാരണം പറഞ്ഞത് അതാണ്. ജന്മദിനമോ ജന്മമാസമോ നോക്കി പ്രവാചകന്റെ മഹത്വങ്ങൾ ചൊല്ലുക എന്നതിൽ 2 ബിദ്അത്തുകൾ കൂടി ചേർന്ന് അനാചാരത്തിന് ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് എഴുതി എത്തിയിരിക്കുന്ന രൂപമാണിത്. അനാചാരത്തിന് ശക്തി കൂടുകയാണ്. കൂലി കിട്ടും, പുണ്യമാണ് എന്ന് കരുതിക്കൊണ്ട് മദ്ഹ് പറയുന്നത് വളരെ വലിയ അപരാധമായിക്കൊണ്ട്, വളരെ വലിയ തെറ്റായിക്കൊണ്ട്, നരകത്തിലെത്തിക്കുന്ന ഒരു കർമ്മമായിക്കൊണ്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. എത്രമാത്രം അബദ്ധമാണ് ഇവരുടെ ഈ വിശ്വാസങ്ങൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നുമില്ലെങ്കിൽ വെറും മദ്ഹ് പറയുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ഗ്രന്ഥങ്ങൾ രചിക്കുകയും കവിതകൾ പാടുകയും ചെയ്തത് ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. മദ്ഹ് പറയാൻ വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അതിന് സാഹചര്യം ഉണ്ടാക്കുകയും അവസരം ഒരുക്കുകയും ചെയ്തു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വരെ നമ്മൾ കാണുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ
നമ്മളെ ഇമാം ബൂസൂരി റളിയല്ലാഹുവിന്റെ ബുർദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണല്ലോ. അതിന് 100-ലധികം, ചുരുങ്ങിയതാ പറയുന്നത്, 100-ലധികം ലോക പ്രശസ്ത ഇമാമുകൾ, നമ്മളും ഇവരൊക്കെ മതഗ്രന്ഥങ്ങൾക്ക് അവലംബിക്കുന്ന ഇമാമുകളടക്കം 100 കണക്കിന് ഇമാമുകൾ അതിന് വിശദീകരണം എഴുതിയെന്ന് പറയുമ്പോൾ ആ മദ്ഹിന് അവർ കൊടുത്ത പ്രാധാന്യമാണ്. അതാണ് ലോക മുസ്ലിമീങ്ങളുടെ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളുടെ പക്ഷം അവിടെയാണുള്ളത്. ഇവർ കിടക്കുന്നത് ഇവിടെയുമാണ്. പുറത്താണുള്ളത്. ഇസ്ലാമിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ, യാതൊരു അറിവുമില്ലാതെ, കോതൊക്കെ വായിൽ തോന്നിയത് പാട്ട് എന്ന് പറയുന്നത് പോലെ ദീനിന്റെ പേരിൽ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. ആദ്യം നബിദിനാഘോഷത്തെ എതിർത്തു, പിന്നെ മദ്ഹിനെ എതിർത്തു എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ജനങ്ങൾ അകറ്റുന്ന എന്തോ ഒരു പ്രവണത അവരിൽ കാണുന്നുണ്ട്. അതിന്റെ കാരണം എന്താ അല്ലാഹു അലം. ഇപ്പോൾ അതിൻ്റെ ഭാഗം ഇപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ വരെ പലതും സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. നമ്മുടെ ബുദ്ധിക്ക് എതിരായ ഹദീസുകൾ, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആന് എതിരായ ഹദീസുകളാണെങ്കിൽ സ്വീകരിക്കരുത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിലുള്ള വിശ്വാസവും കൂടെ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയുക. അപ്പോൾ പിന്നെ മദ്ഹ് ഏതായാലും പറയാൻ പറ്റൂല. ഇനി എവിടെയെങ്കിലും ഹദീസ് എവിടെയെങ്കിലും ബൈ ചാൻസിൽ വായിച്ചിട്ട് വിശ്വാസം വരുന്നുണ്ടെങ്കിൽ ഇവരെ ബുദ്ധിക്ക് യോജിക്കാത്ത, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന് എതിരാണെന്ന് ഇവർക്ക് തോന്നിയാൽ മതി. അത്തരം ഹദീസുകളും കൂടെ മാറ്റി പൊതുവെ ജനഹൃദയത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ എടുത്തു കളയാനുള്ള ഒരു ശ്രമമാണെന്നാണ് മനസ്സിലാകുന്നത്. വിശുദ്ധ ഖുർആനെ പ്രത്യക്ഷത്തിൽ എതിർക്കാൻ പറ്റൂലല്ലോ, പ്രത്യക്ഷത്തിൽ എതിർക്കാൻ കഴിയില്ല. ഇനി പറയുന്ന സംഗതി പറയാൻ തന്നെ നമുക്ക് മാനസികമായ പ്രയാസമുള്ള സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വളരെ മോശമായി ഇവരുടെ പുസ്തകങ്ങളിൽ അൽമനാറിലും മറ്റും എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല നയങ്ങളിലും തീരുമാനങ്ങളിലും അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീഴ്ച വരുത്തിയെന്ന് നഊദു ബില്ലാഹ്, അത് പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയത് എന്നുപോലും പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് പഠിക്കുന്ന, നബിദിനം പാടില്ല, മദ്ഹ് പാടില്ല, പിന്നെ ഹദീസുകൾ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഇതും കൂടി വായിച്ച് മനസ്സിലാക്കുന്ന ഒരു ഇളം തലമുറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് വിശ്വാസം പിന്നെ ഉണ്ടാവുക? ആ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഖുർആനെ എങ്ങനെയാണ് അംഗീകരിക്കുക? പിന്നെ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ അധികം സമയം വേണ്ട. ഇത്തരം ആശയങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു ഇടനാഴിക എന്നൊക്കെ പറയാം, ആ ഒരു സംഭവം മാത്രമാണെന്നാണ് മനസ്സിലാകുന്നത്. നമ്മളിപ്പോൾ ഏതായാലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾക്കുണ്ടായ പരിണാമങ്ങളെക്കുറിച്ചും വിചിത്രമായ വാദഗതികളെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഇവിടെ നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പോയിന്റ് കൂടി ഒന്ന് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നബിദിനാഘോഷം ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ തുടങ്ങി എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ സാധാരണ പറയാറുള്ളത്. മുജാഹിദുകളുടെ ഒരു പുസ്തകങ്ങളൊക്കെ സ്ഥിരമായി പറയുന്ന, പ്രഭാഷണങ്ങളൊക്കെ സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു കാര്യമാണത്. അതെ. അപ്പോൾ 4-ാം നൂറ്റാണ്ടിലാണ് ഇവരുടെ ഭാഷയിൽ ഇവർ അനാചാരം എന്ന് പറയുന്ന ഈ കാര്യം വരുന്നത്. അങ്ങനെ അവിടെ സ്വാഭാവികമായിട്ടും വരുന്നൊരു സംഭവമുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ലോകത്ത് വേറെ പണ്ഡിതന്മാരൊന്നും ഉണ്ടായിട്ടില്ലേ? 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഏതെങ്കിലും ഒരു മുഹദ്ദിസ്, ഒരു മുഫസ്സിർ, ഒരു ഫഖീഹ്, മറ്റേതെങ്കിലും അഖീദൻ്റെ ഇമാമ് ആരെങ്കിലും ഇങ്ങനൊരു ബിദ്അത്ത് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയ ഒരു കിതാബോ ഉദ്ധരണോ ഇതുവരെ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടില്ല. 5-ാം നൂറ്റാണ്ടിൽ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? 6-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുണ്ടോ? 7-ാം നൂറ്റാണ്ടിലും നബിദിനത്തെ വിമർശിച്ചിട്ട് ഒരു പുസ്തകമോ ഒരു വരിയോ ആധികാരിക അഹ്ലുസുന്നയുടെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നീട് അതിനുശേഷം സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടങ്ങളിലുള്ള പണ്ഡിതന്മാർ മുഴുവനും ഇതിനെ അംഗീകരിച്ചു എന്ന് തന്നെയാണ് വരുന്നത്. നമ്മൾ നവവി ഇമാമിൻ്റെ ഒരു ഉസ്താദിൻ്റെ കിതാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പറയാറുണ്ട്. അൽ ബാഇസ് എന്ന് അൻ ഇൻകാരിൽ ബിദഇ വൽ ഹവാദിസ്, പുത്തൻവാദങ്ങളെ തിരുത്താൻ വേണ്ടി വന്ന കിതാബാണ്. അതിൽ മഹാനവറുകൾ പറയുന്നത് നല്ല പുതിയ രൂപത്തിലും കോലത്തിലും വന്ന നല്ല സൽക്കർമ്മത്തിൻ്റെ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാഘോഷം എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അവർക്ക് കൂടെ അംഗീകരിക്കുന്ന സ്വീകാര്യനായ മഹാനാണ്. മഹാനവറുകളുടെ അടുക്കൽ നിന്ന് ഇൽമു പഠിച്ച ഹാഫിദു സഖാവി റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നുണ്ട്, നബിദിനാഘോഷത്തെക്കുറിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലയോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ മറുപടി പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഹദീസ് ഉദ്ധരിക്കുന്നു, സ്വഹീഹ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ
അവിടെയുള്ള ജൂതന്മാരായ യഹൂദികളായ ആളുകൾ ആഷൂറ ദിവസം മുഹറം 10 ദിവസത്തിൽ നോമ്പെടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ ഹുവ യൗമുൻ അഗറഖല്ലാഹു സുബ്ഹാനഹു വ തആല ഫീഹി ഫിർഔന വനജ്ജ മൂസ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് ജീവിച്ച മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവനെ അള്ളാഹു മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണത്. അതിന് നന്ദിയായിട്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫ അന അഹഖു ബി മൂസ അലൈഹിസ്സലാം മിൻകും, നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാമിനോട് എനിക്കാണ് കൂടുതൽ കടപ്പാടുള്ളത്. അതുകൊണ്ട് ഞാനും നോമ്പെടുക്കുമെന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കുകയും അവരോട് എതിരാവാൻ വേണ്ടിയിട്ട് അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ 9 കൂടെ നോമ്പെടുക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ മൂസ അലൈഹിസ്സലാം ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുക എന്ന അനുഗ്രഹത്തിന് നന്ദിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തത്. ഇതിൽ നിന്ന് ഹാഫിദുൽ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പറയുന്നു, ഒരു അനുഗ്രഹം കിട്ടിയാൽ അതേ ഡേറ്റ് വരുന്ന സമയത്ത് അതിന് ശുക്ർ ചെയ്യൽ നല്ലതാണ് എന്നിതിൽ നിന്ന് വരുന്നുണ്ട്. അസ്കലാനി ഇമാമിൻ്റെ ശിഷ്യരായ സഖാവി റഹിമഹുള്ള പറയാണ്, അൽ അജീബത്തുൽ മർലിയ എന്ന ഗ്രന്ഥത്തിൽ ഖാല ശൈഖുന ഫയുസ്തഫാദു മിൻഹു ഫിഅലുഹു അശ്ശുക്ര ലില്ലാഹി തആല അലാ മാ മന്ന ബിഹി ഫി യൗമിൻ മുഅയ്യനിൻ മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫ്ഇ നിഖമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഡേറ്റിൽ, നിർണിതമായൊരു ഡേറ്റിൽ നമുക്കൊരു അനുഗ്രഹം ചെയ്താൽ അതേ ഡേറ്റിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ അനുവദനീയമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. വയുആദു ദാലിക ഫീ നളീരി ദാലിക്കൽ യൗം മിൻ കുല്ലി സന. എല്ലാ വർഷവും അതേ ഡേറ്റ് ആ സമയം വരുന്ന സമയത്ത് അത് പരിഗണിക്കണമെന്നും ഇതിൽ നിന്ന് തെളിവ് ലഭിക്കുന്നുണ്ട് എന്ന് അസ്കലാനി റഹിമഹുല്ലാ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടത്തുന്ന നബിദിനാഘോഷത്തിന് ഹാഫിദ് ഇബ്നു അസ്കലാനി റഹിമഹുല്ല ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള, സുന്നത്തും ബിദ്അത്തും ശരിക്കും മനപ്പാടുള്ള, ശരിക്കും ബോധ്യമുള്ള, സമൂഹത്തിനെ പഠിപ്പിച്ച ഇമാം അവറുകൾ ഇതിൽ ബിദ്അത്തോ അല്ലെങ്കിൽ ശിർക്കോ കണ്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയലാണ്. അത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജന്മദിനത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണം നൽകും. ദീനിൽ ഇത്വാമുത്വാം വലിയ ഭക്ഷണം മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കൽ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതാ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലും, ചിലപ്പോൾ ഖുർആൻ ഓതും, ദുആ ചെയ്യും. അത് ഈ ഒരു സീസണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ മാസത്തിൽ ആ സമയത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവിടത്തേക്ക് ജന്മം ലഭിച്ച സമയം എന്നതിനെ പരിഗണിച്ചിട്ട് ആ ശുക്ർ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം തിരഞ്ഞെടുക്കാമെന്ന് സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്തിഫാദത്ത് ചെയ്തുകൊണ്ട് ഹാഫിദുൽ അസ്കലാനി റഹിമഹുല്ലാ പറഞ്ഞു. ഇത് ഇവർ മറ്റേ സഹാബിമാം മാത്രമല്ല, തൊട്ട ശേഷം വന്ന ഹാഫിദുൽ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവീലിൽ ഫത്താവയിൽ ഫി അമലിൽ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷം പുണ്യമാണെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ രചിച്ച മഹാനാണ് സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു. അതിൽ ഹുസ്നുൽ മഖ്സൂദ് എന്ന് പറയുന്ന ഒരു റിസാല ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. അതിലും അസ്കലാനി ഇമാമിൻ്റെ ഈ ഫത്വ ഇമാം സുയൂത്തി റഹിമഹുല്ലാ ധരിക്കുന്നുണ്ട്. പിന്നീട് വന്ന ഇമാമുകളെല്ലാം സുയൂത്തി ഇമാമിൻ്റെ തന്നെ ശിഷ്യരായ സ്വാലിഹ് ഷാമി റഹിമഹുല്ലാ അവിടുത്തെ സുബുലുൽ ഹുദ റഷാദിലും ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ അടക്കമുള്ള പിൽക്കാലത്ത് വന്ന ഇമാമുകളും മുഴുവൻ ഈ ഇമാമിങ്ങളുടെ ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിച്ച കാര്യത്തെ എല്ലാവരും എടുത്തുദ്ധരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയും പുണ്യകർമ്മമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇമാമുകൾ തന്നെ രേഖാമൂലം ഈ ഒരു സംഗതി പുതിയൊരു ബിദ്അത്തുൻ ഹസന, നല്ല ആചാരമാണ് എന്നാണ് ഇമാമുകളെല്ലാവരും ഇതിനെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ബിദ്അത്തുൻ സയ്യിഅ, ചീത്ത ബിദ്അത്താണ്, നരകത്തിലേക്ക് പോകുന്ന തെറ്റായ കാര്യമാണെന്ന് ഒരു ഇമാമുകളും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇമാമുകൾ അഹ്ലു സുന്നയുടെ ഇമാമുകളുടെ നിലപാടാണ് ഇത്. ഇവരെ ചില സംസാരം കേൾക്കുമ്പോൾ ഇത് ഇവിടെയുള്ള ആരോ ഒരാൾ, ഇവിടെയുള്ള കുറച്ച് പണ്ഡിതന്മാരാരെങ്കിലും ഇങ്ങനെ പടുത്തുണ്ടാക്കിയ ഒരു ആചാരം പോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് പലപ്പോഴും സംസാരം ഉണ്ടാവാറുള്ളത്. എന്ന് മാത്രമല്ല ഇബ്നു തൈമിയ ഇവരുടെ പ്രിയപ്പെട്ട നേതാവാണ്. ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദുന്നാസ്. ജനങ്ങളിൽ നിന്ന് പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ ബഹുമാനിക്കുകയും അതിനൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു അതിനൊരു മതവിധി വേണമല്ലോ. ഇവർ പറഞ്ഞ വിധേയത്താണ് എന്നൊക്കെ പറയുന്നത്. ഇവരെക്കാളും വിധേയത്ത് അദ്ദേഹത്തിന് തിരിയും. അദ്ദേഹം പറയാണ്
അപ്പോൾ ഇവരെ വാദം അനുസരിച്ച്, ഇവരുടെ നിലപാടനുസരിച്ച് ആ ബിദ്അത്തിന് കുറ്റവും നരകത്തിലേക്ക് പോകാൻ വേണ്ടിയത്. അദ്ദേഹം പറയുന്നു വയക്കൂനു ലഹു ഫീഹി അജ്റുൻ അലീം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ ബഹുമാനിച്ച് ആഘോഷം നടത്തുന്ന ആളുകൾക്ക് അജ്റുൻ അലീം, വലിയ പ്രതിഫലമുണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പൊതുവെ നബിദിനം ചെയ്യണം ആഹ്വാനം ചെയ്യുന്ന ആളല്ല, എങ്കിൽ പോലും ചെയ്യുന്നവർ ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട് എന്ന നിലപാടിലേക്കാണ് അദ്ദേഹം ഉള്ളത്. ഇവർ ആ നിലപാടെങ്കിലും എടുത്താൽ മതി. തീർച്ചയായിട്ടും അത് ആ നിലപാടെടുത്ത് ഇവർ ചെയ്യണമെന്ന് നമുക്കാർക്കും നിർബന്ധമൊന്നുമില്ല. അതേ സമയത്ത് ഇബ്നു തൈമിയ്യ വിഷയത്തെ സമീപിച്ച രീതിയെങ്കിലും സമീപിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ ഒരു തർക്കമെങ്കിലും കുറക്കാൻ സാധിക്കുമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും അഹ്ലുസുന്നയുടെ മഹാന്മാരായ പണ്ഡിതർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ചുമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതിൽ നിന്ന് തന്നെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട്. സത്യം മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.